ഭക്ഷണപാനീയ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രദർശനങ്ങളിലൊന്നായ ഗൾഫ് ഫുഡ് മേളയിലേക്ക് സന്ദർശക പ്രവാഹം. ട്രേഡ് സെന്ററിൽ നടക്കുന്ന പ്രദർശനമേളയിൽ ഇന്ത്യ ഉൾപ്പെടെ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് പങ്കെടുക്കുന്നത്. മേള ഫെബ്രുവരി 23-ന് സമാപിക്കും. 5000-ലേറെ കമ്പനികളാണ് ഗൾഫ് ഫുഡ് മേളയുടെ 29ാമത് പതിപ്പിൽ സംബന്ധിക്കുന്നത്. ധാന്യം, ഭക്ഷ്യ എണ്ണകൾ, പാലുൽപ്പന്നങ്ങൾ, മധുരപലഹാരങ്ങൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം, പാനീയങ്ങൾ എന്നിങ്ങനെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ രുചിച്ചു നോക്കുകയും കഴിക്കുകയും ചെയ്യുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങളും പാനീയങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇവയുടെയൊക്കെ നിർമ്മാതാക്കളും സംരംഭകരും കർഷകരും ഭക്ഷ്യമേഖലയിലെ സാങ്കേതിക വിദഗ്ധരുമൊക്കെ മേളയുടെ ഭാഗമായി. ഇത്തവണയും ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികൾ ഗൾഫ് ഫുഡ് പ്രദർശനത്തിലെ ശ്രദ്ധേയ സാന്നിധ്യമാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായ GRB ഗ്രൂപ്പ് ഇത്തവണയും ഗൾഫ് ഫുഡ് മേളയിൽ സംബന്ധിക്കുന്നുണ്ട്. ബിസിനസ് വിപുലീകരണത്തിനും പുതിയ സാധ്യതകൾ തേടാനും ഗൾഫ് ഫുഡ് മേള അവസരമൊരുക്കുന്നുണ്ടെന്ന് GRB ഗ്രൂപ്പ് എക്സ്പോർട്ട് വിഭാഗം മേധാവി ഉജ്ജ്വൽ കുൽക്കർണി പറഞ്ഞു. Basically, we are into ghee, pure ghee manufacturing and distribution across the globe. So currently we are present in more than 32 countries. We are in UAE from past 10 years. So we are the Gulf food, looking for the expansion in the African markets and even Egyptian markets. നെയ്യ്, മധുരപലഹാരങ്ങൾ, ടൗൺ ബസ് എന്ന പേരിലുള്ള സ്നാക്സ് എന്നിവയാണ് GRB വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ മേഖല നേരിടുന്ന വെല്ലുവിളികളും അവയെ മറികടന്ന് ശുദ്ധവും ആരോഗ്യദായകവുമായ ഭക്ഷണം ലഭ്യമാക്കാനുള്ള നൂതന മാർഗങ്ങളും സാങ്കേതിക പരിജ്ഞാനവുമൊക്കെ ഗൾഫ് ഫുഡ് പ്രദർശനമേളയിൽ അവതരിപ്പിക്കപ്പെട്ടു. 10,000-കണക്കിന് ആളുകളാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഗൾഫ് ഫുഡ് മേള സന്ദർശിക്കാനായി എത്തുന്നത്. ഗൾഫ് ഫുഡ് മേളയ്ക്ക് വേദിയാകുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ക്യാമറമാൻ ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.